ഹലോ ഫ്രണ്ട്സ്, അപ്പോൾ ഇന്നത്തെ പരിപാടി എന്താണെന്നറിയോ? ഒരു ബോക്സ് കിട്ടിയിട്ടുണ്ട്. മീൻസ് കിട്ടിയതല്ല, വാങ്ങിയതാണ്. നല്ല പൈസ കൊടുത്ത് വാങ്ങിയതാണ്. അപ്പോൾ ഒരു ബോക്സ് വാങ്ങാനുള്ള ബഡ്ജറ്റ് എൻ്റെ ഉണ്ടായിരുന്നു. ഒന്ന് വാങ്ങി. അപ്പോൾ ഇതേ മുത്തുകളൊക്കെ അതിൽ ഓരോന്നോരോന്നായി ഇട്ട് വെക്കണം എന്നുള്ള വലിയ ആഗ്രഹമായിരുന്നു ഈ ഒരു ബോക്സ് വാങ്ങണം എന്നുള്ളത് കേട്ടോ. എൻ്റെ അത്ര വലിയ ബഡ്ജറ്റൊന്നും ഉള്ള ആളല്ല ഞാൻ. അപ്പോൾ ഞാനിങ്ങനെ കുറച്ച് കുറച്ചായി സേവ് ചെയ്ത് വെച്ചിട്ടാണ് ഈ ബോക്സ് വാങ്ങിയത്. ഭയങ്കര സന്തോഷമായിരുന്നു കേട്ടോ. അപ്പോൾ ഇത് ഈ റോസ് ഫ്ലവറിൻ്റെ ബീഡില്ല, അതെനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. അതിൽ ഞാനൊരു ബ്രേസ്ലെറ്റ് ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു. അതിൻ്റെ വീഡിയോ ഓൾറെഡി ഞാൻ ചാനലിൽ ഇട്ടിട്ടുണ്ട്. എല്ലാവരും ഒന്ന് ചെക്ക് ചെയ്ത് നോക്കണേ. അപ്പോൾ ഇത് അങ്ങനെ ഓരോ ഷെൽഫായി ഞാനിങ്ങനെ നിറച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. അപ്പം എൻ്റെ വിചാരം ഇങ്ങനെ ഒരു പെട്ടി വാങ്ങിയാൽ എല്ലാം ശരിയാവും എന്നായിരുന്നു. പക്ഷെ അങ്ങനെയല്ല. ആകെ ഇതിൽ 9 ഷെൽഫേ ഉള്ളൂ ഗൈസ്. അതിൽ ഞാൻ എന്നിട്ട് എൻ്റെ സാധനങ്ങളൊക്കെ ഞാൻ എവിടെ കൊണ്ട് വെക്കാനാണ്? അങ്ങനെ എന്നാലും ഞാൻ അതിൻ്റെ സങ്കടപ്പെടുന്നില്ല. ഞാനെല്ലാം അടുക്കി പെറുക്കി വെച്ചു. അപ്പോൾ ഇതേ ഗ്ലാസ് ബീഡ്സൊക്കെ സെപ്പറേറ്റായി വെച്ചു. ഇത് റെയിൻബോ ബീഡാണ് കേട്ടോ. ഇതെനിക്ക് ഇഷ്ടപ്പെട്ടിട്ട് വാങ്ങിയതാണ്. ഇത് ഞാൻ വാങ്ങുന്നത് എല്ലാ പ്രോഡക്ട്സും ഒരുവിധം പ്രോഡക്ട്സൊക്കെ ഞാൻ വാങ്ങുന്നത് നെക്സൻബോ എന്ന് പറയുന്ന ഒരു ഷോപ്പിൽ നിന്നാണ് കേട്ടോ. മീൻസ് ഷോപ്പല്ല, അതൊരു പേജാണ്. അവരെനിക്ക് വാട്സപ്പിൽ വഴി ഞാൻ മെസ്സേജ് അയച്ചിട്ട് അവരെനിക്ക് അഡ്രസ്സൊക്കെ കൊടുത്ത് എനിക്ക് അയച്ചു തരാറാണ് പതിവ്. കണ്ണൂരിൽ നിന്നാണ് കേട്ടോ അവർ അയക്കുന്നത്. അപ്പോൾ ഇത് അടുത്തത് ഇത് ഓഫ് വൈറ്റിലുള്ളൊരു പേള്. അതിൽ തന്നെ ഞാൻ വൈറ്റ് പേളും ഇട്ട് വെച്ചു. കാരണം നമ്മളുടെ കയ്യിൽ സ്ഥലമില്ല. അങ്ങനെ ഓരോന്നോരോന്നായിട്ട് ഈ ബോബീഡ് എനിക്ക് നല്ല ഇഷ്ടപ്പെട്ടു കേട്ടോ. നല്ല രസമുണ്ടായിരുന്നു കാണാൻ. ഈ കുഞ്ഞു മക്കൾക്ക് ഇട്ടുകൊടുത്താൽ നല്ല രസമുണ്ടാവും. ഞാനപ്പോൾ അതുകൊണ്ട് എന്തെങ്കിലുമൊക്കെ ഒന്ന് ഉണ്ടാക്കണം എന്ന് വിചാരിച്ചിട്ടുണ്ട്. ഉണ്ടാക്കിയിട്ടില്ല, ഉണ്ടാക്കണം. അപ്പോൾ അതും നമ്മൾ ഒരു ഷെൽഫിൽ തന്നെ ഒപ്പിച്ചു. അതായത് ഫ്ലവർ ബീഡിൻ്റെ കൂടെ തന്നെ ഇട്ട് വെച്ചു. അതിനുശേഷം നമ്മളുടെ ബട്ടർഫ്ലൈസ് എനിക്കൊരു വീക്ക്നെസ്സാണ്. അതിൽ ഗോൾഡൻ ഷെയ്ഡുള്ളൊരു ബട്ടർഫ്ലൈ ആണത് കേട്ടോ. അതും സിൽവർ ബട്ടർഫ്ലൈ ഉണ്ട് അതും ഒരുമിച്ചാണ് ഇട്ട് വെച്ചിട്ടുള്ളത് കേട്ടോ ബോക്സിൽ. അടുത്തതും ബട്ടർഫ്ലൈ തന്നെയാണ്. ഗ്ലാസ് ബീഡിൻ്റെ ബട്ടർഫ്ലൈ ആണ് കേട്ടോ. ഇതിപ്പോൾ അത്യാവശ്യം മൂവിങ് ഉണ്ട്. ഈ കുഞ്ഞുങ്ങൾക്ക് മറ്റേ ബ്രേസ്ലെറ്റും അങ്ങനെയൊക്കെ ഉണ്ടാക്കാൻ ഇത് അത്യാവശ്യം എല്ലാവരും ചോദിക്കുന്നുണ്ട്. അടുത്തത് ഫ്ലവർ ബീഡ്, അതിൻ്റെ തന്നെ ഫ്ലവറാണ്. പക്ഷെ അത് കവറ് പൊട്ടിക്കാതെ തന്നെ അതിൻ്റെ കൂടെ വെച്ചു കേട്ടോ. പിന്നെ അടുത്തത് ചാംസും അങ്ങനെയുള്ള ഐറ്റംസ്, ഹോൾ സ്റ്റോണ്, ചാംസ് അങ്ങനെയൊക്കെ ഇല്ലാതായിരുന്നു. ഇതൊക്കെ സെപ്പറേറ്റായി വെക്കണം. പക്ഷേ നമ്മളുടെ കയ്യിൽ സ്ഥലപരിമിതി കൊണ്ട് ഞാനത് സെപ്പറേറ്റ് ആക്കുന്നില്ല. തൽക്കാലം ഒരു ഷെൽഫിൽ തന്നെ കിടക്കട്ടെ. അങ്ങനെ ഇട്ട് കഴിഞ്ഞപ്പോഴാണ് ഞാൻ ആലോചിച്ചത് അത്യാവശ്യമായിട്ട് മാറ്റേണ്ടിയിരുന്ന ഒരു സാധനം ഗോൾഡൻ ബീഡായിരുന്നു. അത് വെക്കാനുള്ള സ്ഥലമില്ല. അപ്പോൾ ഞാൻ എന്ത് ചെയ്തു? ഗ്ലാസ് ബീഡെല്ലാം ഏകദേശം ഒരുമിച്ചാക്കിയിട്ട് ഒരു ഷെൽഫ് കാലിയാക്കി. എന്നിട്ട് ഞാൻ അതിലേക്ക് അത് വെക്കാമെന്ന് തീരുമാനിച്ചു. അതിൻ്റെ ഇടയ്ക്ക് എൻ്റെ കയ്യിലുള്ള ചാംസുകൾ കുറച്ച് കാണിച്ചു തന്നാണ്. ഇതെനിക്ക് ഒത്തിരി ഇഷ്ടമാട്ടോ. ആ 2 ഹാർട്ട് എനിക്ക് നല്ല ഇഷ്ടമാണ്. അടുത്തത് ഗോൾഡൻ ബീഡ് എടുത്തു. അതിലെനിക്ക് ചെറിയൊരു പണി കിട്ടി. അതായത് ഞാൻ ഓരോ ലെയറുകളും പൊട്ടിച്ച് അതിലേക്ക് ഇടണം എന്നാണ് ഞാൻ പ്ലാൻ ചെയ്തത്. പക്ഷേ പ്ലാനിങ് ചെറുതായൊന്ന് പാളി. അപ്പോൾ എന്തായി? ഞാൻ മൊത്തത്തിൽ പിടിച്ച് എല്ലാം കൂടി ചേർത്ത് പിടിച്ചിട്ട് അതിൽ കട്ട് ചെയ്തു. അപ്പോൾ പകുതി ഗോൾഡൻ ബീഡ് ഇപ്പുറത്തുള്ള ചാംസിൻ്റെ ഷെൽഫിലേക്ക് വീണു. പിന്നെ ഞാൻ എന്ത് ചെയ്തു? ഓരോ ലെയറായി പതുക്കെ അഴിച്ചിട്ട് ചാംസിൻ്റെ ഷെൽഫിലേക്ക് വീണ ബീഡും കൂടി പെറുക്കി നേരം വെളുപ്പിച്ചു. അതായത് വേറെ പണിയൊന്നുമില്ലല്ലോ, എന്തെങ്കിലുമൊക്കെ ചെയ്യണ്ടേ. അങ്ങനെ ഞാനത് പെറുക്കി, അത്ര തന്നെ. അങ്ങനെ ഇത് മൊത്തത്തിൽ ശരിയാക്കി വെച്ചു. ഇനിയിപ്പോൾ നമുക്ക് ഒന്നും ചെയ്യണം. ഞാനൊരു ഓൺലൈനിൽ ഒരെണ്ണം നോക്കി വെച്ചിട്ടുണ്ട് ബോക്സ്, 36 ഷെൽഫുള്ളത്. അതെങ്ങനെ ഉണ്ടാകും, ക്വാളിറ്റി എന്താണെന്നൊന്നും എനിക്കറിയില്ല. എന്തായാലും ബുക്ക് ചെയ്യണം എന്നുള്ള തീരുമാനം എടുത്തിട്ടുണ്ട്. കുറച്ച് സെയിൽസും കൂടെ ആവട്ടെ, എന്നിട്ട് വേണം നമുക്കൊക്കെ ശരിയാക്കാൻ. എല്ലാത്തിനും അതിൻ്റേതായൊരു സമയമുണ്ടല്ലോ ദാസാ. അപ്പോൾ ഒക്കെ ശരിയാവുമെന്ന് വിചാരിച്ചിട്ട് ഒക്കെ വൃത്തിയാക്കി വെച്ചു കേട്ടോ. അതിന് ശേഷം ഇതിപ്പോൾ എടുത്ത പാത്രം കണ്ടിരുന്നോ? ഐസ്ക്രീമിൻ്റെ പാത്രത്തിലാണ് എല്ലാം ഇട്ട് വെച്ചിട്ടുണ്ടായിരുന്നത്. വീട്ടിലിടയ്ക്കിടയ്ക്ക് ഐസ്ക്രീം വാങ്ങുന്നതുകൊണ്ട് ഞാൻ രക്ഷപ്പെട്ടു. അങ്ങനെ എങ്ങനെയുണ്ട് ബോക്സ്? ഇതിന് ഏകദേശം എത്ര രൂപയായിട്ടുണ്ടാവുമെന്നൊന്ന് കമൻറ്റ് ചെയ്യാമോ? എന്തായാലും ഓൺലൈനിൽ വാങ്ങുന്നത് കുറച്ച് വില കുറവാണ് കാണിക്കുന്നത്. പക്ഷേ ക്വാളിറ്റി ഇതിൻ്റെ അത്ര ഉണ്ടാവുമെന്ന് എന്നുള്ളത് സംശയമാണ്. എന്തായാലും നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ഒന്ന് കമൻറ്റ് ചെയ്യണേ. ഈ ബോക്സിന് ഏകദേശം എത്ര രൂപയാകും എന്നുള്ളത്. അപ്പോൾ വേറൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക. താങ്ക്